ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വീട്ടമ്മമാർക്കെല്ലാം വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോയുമായിട്ടാണ്. ഇതിൽ നമ്മൾ 2-3 കുക്കിംഗ് ടിപ്സും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് സാധാരണക്കാർക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുള്ള കുറച്ചധികം ഐറ്റംസും നമ്മൾ കാണിക്കുന്നുണ്ട്. അതും നമ്മൾ കണ്ണൂരുള്ള ഒരു ഗ്രോ സ്റ്റോർ എന്ന് പറയുന്ന ഒരു സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. അതിൻ്റെ നമ്പർ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ഒക്കെ നമുക്ക് ഇവരുടെ അടുത്തൊന്നും പ്രൊഡക്റ്റ് വാങ്ങാവുന്നതാണ് കേട്ടോ. ഫ്രീ ഷിപ്പിംഗ് ആണ്. സാധാരണക്കാർക്കെല്ലാം വാങ്ങാൻ പറ്റുന്ന രീതിയിൽ വളരെ കുറഞ്ഞ വിലയിലാണ് നമുക്ക് ഇവിടെ നിന്നും പ്രൊഡക്ട്സുകൾ ലഭ്യമാകുന്നത്. അതിലും ചില പ്രൊഡക്ട്സിനൊക്കെ നമ്മൾ മീഷോയിൽ നിന്നും ആമസോണിൽ നിന്നൊക്കെ വാങ്ങുന്നതിലും വിലക്കുറവാണ്, എന്നാൽ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സുമാണ്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ കോഫിയാണ് റെഡിയാക്കുന്നത്. എല്ലാ ദിവസവും ചായ കുടിക്കുന്നത് അത്ര നല്ലതല്ല നമുക്ക്, അതുപോലെ തന്നെ എല്ലാ ദിവസവും കോഫി കുടിക്കുന്നതും അത്ര നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ മാറി മാറി വേണം ഇതൊക്കെ റെഡിയാക്കാനായിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ കോഫിയാണ് വെക്കുന്നത്. നമ്മൾ കോഫിയും ചായയൊക്കെ വെക്കുമ്പോഴത്തേക്കും അരക്കപ്പ് പാലാണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതിൻ്റെ കൂടെ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്തിട്ട് വെക്കുകയാണെങ്കിൽ, അതിപ്പോൾ ചായക്കും കോഫിക്കും ഒക്കെ ഒരുപോലെ അരക്കപ്പ് പാലിന് അരക്കപ്പ് വെള്ളം അങ്ങനെ കണക്കിൽ വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് കിട്ടും. അതുപോലെ തന്നെ ഒരുപാട് കട്ടിയായിട്ടുള്ള പാൽ അല്ലെങ്കിൽ ഒത്തിരി വെള്ളം പോലത്തെ പാലിൽ റെഡിയാക്കുന്നതിലും നല്ലത് ഈ ഒരു രീതിയിലാണ്. പിന്നെ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് പൂരിയാണ് റെഡിയാക്കുന്നത്. പൂരിക്ക് മാവ് തലേന്ന് വൈകിട്ട് ഞാൻ റെഡിയാക്കി വെച്ചതാണ്, അതുകൊണ്ട് രാവിലെ വളരെ എളുപ്പമാണ്. പിന്നെ ഈ പൂരിക്ക് മാവ് കുഴയ്ക്കുമ്പോഴത്തേക്കും നമ്മൾ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നതെങ്കിൽ അതിലേക്ക് 1/4 കപ്പ് റവ എന്ന കണക്കിൽ ചേർക്കുകയാണെങ്കിൽ പൂരി നല്ല ക്രിസ്പി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് വീർത്ത് കിട്ടുന്ന പൂരിയില്ലേ, ആ രീതിക്ക് കിട്ടുമേ. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ചപ്പാത്തിക്കാണ് കുഴയ്ക്കുന്നതെങ്കിൽ നമ്മൾ ഇതുപോലെ റവ ചേർക്കണമെന്നില്ല. പിന്നെ നമ്മൾ ചായക്കും കോഫിക്കും ഒക്കെ പാല് തിളപ്പിക്കാൻ വെക്കുമ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ തിളച്ച് വാങ്ങി വെക്കാനായിട്ട് ശ്രമിക്കരുത്. ഈ പാലിലൊക്കെ ഒരുപാട് ബാക്ടീരിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 5-6 മിനിറ്റെങ്കിലും നന്നായിട്ട് തിളച്ചിട്ട് നമ്മൾ പാല് വാങ്ങി വെച്ചിട്ട് അതിലേക്ക് കോഫി പൗഡറോ അല്ലെങ്കിൽ ചായപ്പൊടി ആണെങ്കിൽ അതിട്ട് തിളപ്പിക്കുകയോ ഒക്കെ ചെയ്യാവുള്ളൂ കേട്ടോ. അതിപ്പോൾ നമ്മൾ വീടുകളിൽ നിന്ന് വാങ്ങുന്ന പാലായാലും പാക്കറ്റ് പാലായാലും ഒക്കെ ഇതുപോലെ തന്നെ ചെയ്യണം. ചിലർക്കൊരു സംശയമുണ്ട്, പാക്കറ്റ് പാൽ ചിലർ തിളപ്പിക്കണമെന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അത് നമ്മൾ നന്നായിട്ട് തിളപ്പിക്കണം. കാരണം പാക്കറ്റ് പാലൊക്കെ കടകളിൽ ഫ്രീസറിലൊക്കെ ഇരിക്കുന്നതാണ്, എങ്കിലും അതിൻ്റെ തണുപ്പൊക്കെ എത്രത്തോളം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടെന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് അത് നമ്മൾ നന്നായിട്ട് തിളപ്പിച്ച് ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇനി നമുക്ക് പൂരി റെഡിയാക്കാം. പൂരി ഒക്കെ നമ്മൾ തയ്യാറാക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഈ കാസ്റ്റ് അയണിൻ്റെ ചീനച്ചട്ടികളില്ലേ, അങ്ങനത്തെ ഉണ്ടെങ്കിൽ അതിൽ റെഡിയാക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതാകുമ്പോൾ നന്നായിട്ട് ചൂട് നിൽക്കുകയും ചെയ്യും, അധികം ഓയിലിൻ്റെ ആവശ്യമില്ല. കണ്ടോ, ഇപ്പം നമുക്ക് പൂരി നല്ല ഫ്ലഫി ആയിട്ട് നല്ല വീർത്ത് കിട്ടുന്ന ടൈപ്പ് പൂരിയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ ആ ഒരു രീതിയിൽ മാവ് റെഡിയാക്കിക്കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ പൂരി ശരിയാകാത്തവരിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പൂരി മാത്രമല്ല, നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുന്ന എന്ത് ഐറ്റം ആയാലും സ്നാക്സ് ഒക്കെ ആണെങ്കിലും നമ്മൾ ഇതുപോലത്തെ കാസ്റ്റ് അയണിൻ്റെ പാത്രങ്ങൾ റെഡിയാക്കുമ്പോഴത്തേക്കും അതാണ് നമ്മുടെ ഹെൽത്തിനും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഓയിൽ കുറച്ച് മതിയാവും. പിന്നെ നന്നായിട്ട് ചൂട് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഈ ഒരു ഗ്യാസും കൂടുതൽ ചിലവാകത്തില്ല. കാരണം നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർ ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സ് ആൻഡ് ട്രിക്സുകളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ ടൈമും മണിയൊക്കെ സേവ് ചെയ്യാനൊക്കെ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് പാകം ചെയ്യാനും പറ്റും. ഇന്ന് നമ്മൾ പൂരിക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പരിപ്പിൻ്റെ കറിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. തേങ്ങയൊന്നും അരയ്ക്കാത്ത സിമ്പിളായിട്ട് എളുപ്പം ചെയ്യാൻ പറ്റുന്ന പരിപ്പ് കറിയാണ്. അപ്പോൾ ഇതൊക്കെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പൂരിക്ക് സൈഡായിട്ട്. ഇന്ന് നമ്മൾ ചോറ് വെക്കുന്നത് നമ്മുടെ കുക്കറിലാണ് കേട്ടോ, റൈസ് കുക്കറിലല്ല, സാധാരണ കുക്കറിൽ. ഇങ്ങനെയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ കുക്കറിൽ ചോറ് വെക്കുമ്പോഴത്തേക്കും വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം അരി ഇടാവുള്ളൂ. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും, പെട്ടെന്ന് നമുക്ക് ചോറ് റെഡിയായി കിട്ടും. അപ്പോൾ രാവിലത്തെ കാര്യങ്ങളൊക്കെ ഇത്രയാണ്. ഇനിയിപ്പം നമുക്ക് നമ്മൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സുകൾ പരിചയപ്പെടുത്താം. ആദ്യം തന്നെ നമ്മൾ ഫ്രിഡ്ജ് കവറാണ് പരിചയപ്പെടുത്തുന്നത്. ഇത് നല്ല അഫോർഡബിൾ പ്രൈസിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്യൂട്ടായിട്ടുള്ളൊരു കവറാണ്. നമ്മൾ ഈയിടെയാണ് ഫ്രിഡ്ജ് റീപെയിൻ്റ് ഒക്കെ ചെയ്തത്, ഞാനൊരു വീഡിയോ കാണിച്ചായിരുന്നല്ലോ. അപ്പോൾ അതിന് പറ്റിയിട്ടുള്ള നല്ല പാകത്തിനുള്ളൊരു കവറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പിന്നെ ഈ ഒരു കവറിൻ്റെ 2 സൈഡിലായിട്ടും 3 പോക്കറ്റ്സും വരുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ബില്ലുകളോ കാര്യങ്ങളോ അതുപോലെ തന്നെ ചെറിയൊരു പേനയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് ഈ സൈഡിലായിട്ട് വെക്കുകയും ചെയ്യാം. അപ്പോൾ അത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. 150 രൂപയാണ് ഇതിൻ്റെ വില വന്നിട്ടുള്ളത്. അപ്പം നമ്മുടെ ഫ്രിഡ്ജിൻ്റെ കളർ ഡാർക്കാണ്, അതുകൊണ്ട് തന്നെ വൈറ്റ് ആയിട്ടുള്ളൊരു കവറാണ് നമ്മൾ ചൂസ് ചെയ്തത്. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ഇത് നമ്മുടെ ക്ലീനിങ് ടവലാണ് കേട്ടോ, മൈക്രോ ഫൈബറാണ്, അടിപൊളി പ്രൊഡക്റ്റാണ്. ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. നമ്മുടെ കൗണ്ടർ ടോപ്പും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റൗവും ഒക്കെ നല്ലപോലെ ക്ലീൻ ആകും. നമ്മൾ ക്ലീനിങ്ങിനായിട്ട് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷനിൽ കുറച്ച് വെള്ളവും അതിലേക്ക് വിനാഗിരിയും ഡിഷ് വാഷ് ലിക്വിഡും പിന്നെ ഞാൻ കുറച്ച് ഡെറ്റോളും കൂടിയാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ ഒരു സൊല്യൂഷൻ വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് ക്ലീൻ ആവുകയും ചെയ്യും.
അതുപോലെ തന്നെ രാത്രി സമയത്തൊക്കെ പല്ലിയുടെയൊക്കെ ശല്യമില്ലേ, അതൊന്നും ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ചെറിയ പ്രാണികൾ, ഉറുമ്പ് ഇങ്ങനെയുള്ള ഒന്നും നമ്മുടെ കൗണ്ടർ ടോപ്പിലും ഗ്യാസ് സ്റ്റൗവിലും ഒന്നും കയറത്തില്ല. ഇത് നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ക്ലീൻ ചെയ്യാനായിട്ട്. ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് ഈ ഒരു ക്ലോത്തും കൂടെ വെച്ച് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നല്ല സൂപ്പർ ക്ലീൻ ആകും നമ്മുടെ കൗണ്ടർ ടോപ്പും ഗ്യാസ് സ്റ്റൗ ടോപ്പും ഒക്കെ. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ലാത്തവരൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. 68 രൂപയുള്ളൂ 3 എണ്ണത്തിൻ്റെ ഈ ഒരു പാക്കിന്. പിന്നെ നമുക്കത് വാഷ് ചെയ്തിട്ട് വീണ്ടും ഉപയോഗിക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ടവൽ ഹോൾഡറാണ്. ഇപ്പോൾ 2 എണ്ണമാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിന് 49 റുപ്പീസാണ് ഈ 2 എണ്ണത്തിന് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് വാഷ് ബേസിൻ്റെ അവിടെയും ബാത്റൂമിലും അതുപോലെ തന്നെ സിങ്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് ടവലുകൾ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്തിടാനായിട്ട് പറ്റും. ഇതിൻ്റെ ബാക്കിലൊരു സ്റ്റിക്കറുണ്ട്, ഇത് നമുക്ക് സ്റ്റിക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഈ സിങ്കിൻ്റെ നേരെയാണ് ഇത് സ്റ്റിക്ക് ചെയ്യുന്നത്. അതാകുമ്പോൾ നമ്മൾ കിച്ചൺ ടവലൊക്കെ ഒന്ന് വാഷ് ചെയ്തിട്ട് ഇതിലേക്ക് വെക്കുകയാണെങ്കിൽ വെള്ളം ഡ്രോപ്പായിട്ട് സിങ്കിലേക്ക് തന്നെ വീണോളൂല്ലോ, അതുകൊണ്ടാണ്. പിന്നെ നമ്മളിത് ഒട്ടിക്കുമ്പോഴത്തേക്കും ഒട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമൊന്നും ഭിത്തിയിലൊന്നും കാണരുത്. അതുപോലെ തന്നെ ആ ഒരു ഹോള് നമുക്ക് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് അതവിടെ ഉറച്ചിരുന്നോളൂ. ഇനിയിപ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു ക്ലോത്ത് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് ഇതിലിങ്ങനെ ഹോൾഡ് ചെയ്തിട്ടേക്കാണ് കേട്ടോ. അപ്പോൾ വെള്ളം ഓരോ തുള്ളിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സിങ്കിലോട്ട് വീണോളും, പിന്നെ നന്നായിട്ട് ഡ്രൈ ആവുകയും ചെയ്യും. ഇനി നമ്മൾ വാങ്ങിയിട്ടുള്ള നെക്സ്റ്റ് പ്രൊഡക്റ്റ്, നമ്മൾ സാധാരണയായിട്ട് ഇതുപോലത്തെ ഹോട്ട് മാറ്റ് അല്ലേ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ഇങ്ങനത്തെ സ്റ്റീലിൻ്റെ ആകുമ്പോഴത്തേക്കും നമുക്ക് ചൂടൊക്കെ വന്നു കഴിയുമ്പോൾ അറിയാതെ കൈ തൊട്ടാൽ കൈയൊക്കെ പൊള്ളുകയും ചെയ്യും. അതുപോലെ തന്നെ റസ്റ്റ് പിടിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുപോലത്തെ സ്റ്റീലിനെക്കാട്ടുമൊക്കെ നല്ല യൂസ്ഫുൾ, അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ഇതുപോലത്തെ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള ഹീറ്റ് റെസിസ്റ്റൻറ്റ് ഹോട്ട് മാറ്റ് 2 എണ്ണമാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. നമുക്കിപ്പോൾ ഉപയോഗശേഷം ഇതുപോലെ ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് സ്പേസും സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. പിന്നെ ഇതിലെ ആ ഒരു സ്റ്റീലിൻ്റെ ബട്ടൺ പോലുള്ള ഒരു സംഭവം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന പാത്രമൊക്കെ ചൂട് അതിലേക്ക് തങ്ങുകയും ചെയ്യും. അപ്പോൾ നമുക്ക് യാതൊരു പ്രശ്നമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റുകയും ചെയ്യും. പിന്നെ നമുക്ക് ഡൈനിങ് ടേബിളിലൊക്കെ വെക്കാനായിട്ട് പറ്റും കേട്ടോ. നല്ല കാണാനും നല്ല ഭംഗിയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 2 എണ്ണത്തിന് 98 രൂപയുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വർത്തായിട്ടുള്ള പ്രൊഡക്റ്റുമാണ്. ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. നമുക്ക് ഫ്രിഡ്ജിലൊക്കെ വെജിറ്റബിൾസും ഒക്കെ സ്റ്റോർ ചെയ്യാൻ പറ്റിയിട്ടുള്ള 2 കിഡിലും സ്റ്റോറേജ് ബോക്സ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലത്തെ ഗ്രിൽഡ് ബേസ് വരുന്ന കാരണം ഈ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ വെക്കുന്നത് എന്തെങ്കിലും അല്പം ഈർപ്പമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ താഴത്തേക്ക് വീണോളും. അതുകൊണ്ട് തന്നെ വെജിറ്റബിൾസും നമ്മൾ വെക്കുന്ന ഒരു ഐറ്റവും കേടാകത്തില്ല. പിന്നെ ഇതിൻ്റെ മറ്റൊരു ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് വെജിറ്റബിൾസ് മാത്രമല്ല ഇതിൽ വെക്കാൻ പറ്റുന്നത്. നമുക്ക് ചിക്കന്, മീൻ ഇതൊക്കെ മസാലകൾ പുരട്ടി നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഉള്ളിൽ ഗ്രിൽഡ് ബേസ് വരുന്ന കാരണം വെള്ളത്തിൻ്റെ അംശമൊന്നും പിടിക്കാതെ അത് ഐസൊന്നും പിടിക്കത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് വേഗത്തിലെടുത്ത് ഫ്രൈ ചെയ്യാനും ഒക്കെ പറ്റും. നമ്മൾ നേരത്തെ 6 എണ്ണത്തിൻ്റേത് വാങ്ങിയായിരുന്നു. അപ്പോൾ 2 എണ്ണം കൂടെ ആവശ്യം തോന്നിയതുകൊണ്ട് ഞാൻ 2 എണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട്. 108 രൂപയുള്ളൂ ഈ 2 എണ്ണത്തിന്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും വാങ്ങാത്തവരൊന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. നമ്മൾ ഗ്രോസ്റ്റോറിൻ്റെ ലിങ്ക് താഴെ കൊടുക്കാൻ കേട്ടോ ഡിസ്ക്രിപ്ഷനിൽ. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് എല്ലാം വാങ്ങാമല്ലോ. ഇനി അടുത്ത പ്രൊഡക്റ്റ് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കിഡിലം പ്രൊഡക്റ്റാണ്. ഇത് 10 എണ്ണത്തിൻ്റെ പാക്കിന് 74 രൂപയുള്ള ഏറ്റവും വിലക്കുറവാണ് ഇവിടുന്ന് നമുക്ക് വാങ്ങിയാൽ. ഇത് നമ്മുടെ കിച്ചണിൽ ഏറ്റവും അധികം നമ്മൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സ്ക്രബ്ബറുകൾ. അതിപ്പോൾ സ്റ്റീലിൻ്റെ ആകാം സ്പോഞ്ചിൻ്റെ ആകാം, എന്തും നന്നായിട്ട് നമ്മൾ എപ്പോഴും ചൂടുവെള്ളത്തിൽ ക്ലീൻ ചെയ്ത് വെക്കേണ്ടതാണ്. 45 ബില്യൺ ബാക്ടീരിയാസ് നമ്മുടെ സ്ക്രബ്ബറിൽ ഉണ്ടാവുമെന്നാണ് കണക്കുകൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഇതുപോലത്തെ സ്റ്റീൽ സ്ക്രബ്ബർ ടവലുകൾ വാങ്ങുകയാണെങ്കിൽ നമുക്ക് ഏത് പാത്രത്തിലും നമുക്ക് യൂസ് ചെയ്യാം. സ്ക്രാച്ച് വീഴത്തൊന്നുമില്ല. നോൺ സ്റ്റിക്കിൽ വരെ നമുക്കിത് ഉപയോഗിക്കാനും പറ്റും. അതുപോലെ തന്നെ നമുക്കിത് ഉപയോഗശേഷം ക്ലീൻ ചെയ്ത്, അതായത് പെട്ടെന്ന് തന്നെ നമുക്കിത് വാഷ് ചെയ്ത് ഡ്രൈ ആകാൻ ഇടാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു സവിശേഷത. അതുകൊണ്ട് എപ്പോഴും നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടൊന്നും വാഷ് ചെയ്യേണ്ട കാര്യമില്ല. കണ്ടോ, ഇതുപോലെ നമുക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാനും പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ തീർച്ചയായിട്ടും ഇതെല്ലാവരും ഒന്ന് വാങ്ങി യൂസ് ചെയ്ത് നോക്കുക. ഇനി നമ്മുടെ നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. നമ്മൾ സ്ഥിരമായിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു വെക്കുന്ന ഒരു ബോട്ടിലാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇപ്പോൾ ഞാൻ 1 ലിറ്ററിൻ്റെ ഒരു ഓയിൽ ബോട്ടിലും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഫുഡ് ഗ്രേഡ് പ്ലാസ്റ്റിക് ആണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇത് ലീക്ക് പ്രൂഫ് ആണെന്നുള്ളതാണ്. പിന്നെ ഇതിൽ അളവുകൾ കറക്റ്റായിട്ടൊക്കെ നമുക്കിത് മെൻഷൻ ചെയ്തിട്ടുമുണ്ട്. ഇതിൻ്റെ പ്രൈസ് 89 രൂപയാണ്. ഇനിയിപ്പം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു വെക്കുന്നത് റൈസ് ബ്രാൻ ഓയിലാണ്. നമ്മൾ സ്ഥിരമായിട്ട് വെളിച്ചെണ്ണയല്ലേ, അപ്പോൾ റൈസ് ബ്രാൻ ഓയിൽ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതെന്ന് നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇതിൽ നമ്മുടെ ഹാർട്ടിന് നല്ലതാണ്. അതുപോലെ തന്നെ ഷുഗർ, BP, കൊളസ്ട്രോൾ ഇതെല്ലാം കുറയ്ക്കും. പിന്നെ നമുക്ക് സ്കിന്നിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ E, A, B ഇതെല്ലാം ഇതിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. ടേസ്റ്റ് വൈസും ഇത് നല്ലതാണ്, കാരണം വേറെ അരുചി കാര്യങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് നെക്സ്റ്റ് പ്രൊഡക്റ്റ് നോക്കാം. ഇത് ലോണ്ട്രി ബോൾ ആണ് കേട്ടോ. സിലിക്കൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ വരുന്നത്. റീയൂസബിൾ ആണ്. ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മൾ വാഷിംഗ് മെഷീനിലൊക്കെ തുണി അലക്കുമ്പോഴത്തേക്കും എപ്പോഴും കെട്ടുകൂടി നമുക്ക് എടുക്കാനൊക്കെ വളരെയധികം ബുദ്ധിമുട്ടായിട്ട് വരാറില്ലേ. അപ്പോൾ അതിന് നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ കെട്ടുകൂടി അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ക്ലീൻ ആക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആകാത്തതും.
അപ്പോൾ അതുകൊണ്ട് ഈ ബോൾസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ഈ ചെളിയൊക്കെ പോവുകയും ചെയ്യും. അതുപോലെ തന്നെ കെട്ടുകൂടാതെ നമുക്ക് ഈസി ആയിട്ട് ഇതിൽ നിന്ന് എടുക്കാനും പറ്റും. ഇത് ഉപയോഗിക്കുന്നതിന് നമുക്ക് പ്രത്യേകിച്ച് അറിയേണ്ട കാര്യങ്ങളൊന്നുമില്ല. തുണി ഇടുക, അതിന് ശേഷം ഈ 2 ബോൾസ് വീതം ഇടുക, ശേഷം ലിക്വിഡ് ഒഴിക്കുക, എന്നിട്ട് നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കുറച്ച് നേരം വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ നമുക്ക് അലക്കിയെടുക്കാവുന്നതാണ് കേട്ടോ. പെട്ടെന്ന് സാധാരണ നമ്മൾ മെഷീൻ ഓൺ ചെയ്ത് അലക്കത്തില്ലേ, അതുപോലെ തന്നെ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ എന്താ വാഷ് ചെയ്ത് കഴിഞ്ഞ് നമുക്കിത് എടുത്ത് നോക്കാം കേട്ടോ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഓരോന്ന് എടുക്കാൻ പറ്റുന്നുണ്ട്. കെട്ടുകൂടി ഒന്നും കിടക്കണമില്ല. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 8 എണ്ണമാണ് കേട്ടോ. അതായത് 2 പാക്കറ്റ്, ഒരു പാക്കറ്റ് 4 എണ്ണം വെച്ച് 8 എണ്ണത്തിന് 89 രൂപയുള്ളൂ. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. മെഷീനിൽ ഇങ്ങനെ അലക്ക് കഴിഞ്ഞിട്ട് ഈ തുണി എടുക്കുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട്, കെട്ടുകൂടിയിട്ട് നമുക്ക് വലിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണ് കേട്ടോ. ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത പ്രൊഡക്റ്റ് നോക്കാം. ഇത് ഫ്രിഡ്ജ് ഡിവൈഡർ ആണ് കേട്ടോ നമ്മളിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നമ്മൾ സാധാരണ ഈ ഡോറിൽ ഇങ്ങനെ പല ഐറ്റംസ് ഇങ്ങനെ കൂട്ടം കൂടി ഇങ്ങനെ വെക്കുമ്പോഴത്തേക്കും നമുക്കത് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അതിന് പറ്റിയിട്ടുള്ള നല്ലൊരു പരിഹാരമാണ് കേട്ടോ ഈ ഫ്രിഡ്ജ് ഡിവൈഡർ. ഇത് 8 എണ്ണത്തിൻ്റെ പായ്ക്കായിട്ടാണ് വരുന്നത്. ഇത് 8 എണ്ണത്തിൻ്റെ വില എന്ന് പറയുന്നത് 96 രൂപയാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. കാരണം ഇത് ഫ്രിഡ്ജിൽ നമുക്കിങ്ങനെ ഓരോന്ന് ഡിവൈഡ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇല്ലെങ്കിൽ എല്ലാം കൂടെ കൂടിക്കുഴഞ്ഞ് നമുക്ക് കാണുമ്പോഴും ഒരു അഭംഗിയാണ്, എടുക്കാനും ബുദ്ധിമുട്ടാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് എടുക്കാനും പറ്റുമെന്നുള്ളതാണ്. പിന്നെ കാണാനും നല്ല ഭംഗിയായിട്ട് ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ. സാധാരണക്കാർക്ക് വാങ്ങാൻ പറ്റിയിട്ടുള്ള അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് കുറച്ചധികം പ്രൊഡക്ട്സ് ഈ ഒരു സ്റ്റോറിൽ നിന്ന് വാങ്ങാനായിട്ട് പറ്റും. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ആവശ്യമുള്ളവർ കയറി നോക്കുക, ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇനി കുറച്ചധികം പ്രൊഡക്ട്സും കൂടി ഉണ്ട്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രൊഡക്ട്സും അതുപോലെ തന്നെ ടിപ്സുകളും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.